നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2025 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിക്കുള്ള വാട്ടർലൂ ആണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ലാലു പ്രസാദ് യാദവ് തൻ്റെ ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പം നിതീഷ് കുമാറിനൊരു താക്കീതും. നിങ്ങളുടെ ഐക്യജനതാദൾ പൊളിയാതിരിക്കാൻ നിങ്ങൾ തന്നെ സൂക്ഷിച്ചോളൂ. നിങ്ങൾ നട്ടുനനച്ച, വളമിട്ട് വളർത്തി ഫലഭൂയിഷ്ടമാക്കിയ ആ വൃക്ഷം നിങ്ങൾക്കത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ജനങ്ങളോടെങ്കിലും പ്രതിബദ്ധത കാണിക്കൂ. അധികാരത്തിന് വേണ്ടി എന്ത് നെറുകേടിനും കൂട്ടുനിന്നാൽ ജനങ്ങൾ കപടവാദിയായി നിങ്ങളെ എന്നും ഓർമ്മിക്കും. കൃത്യമായും ലാലു പ്രസാദ് യാദവിൻ്റെ വാക്കുകൾ ഇടുത്തി പോലെയാണ് നിതീഷ് കുമാറിൻ്റെ മേൽ വന്നു വീഴുന്നത്. ലാലു പ്രസാദ് യാദവ് മാത്രമല്ല, തേജസ്വി പറയുന്ന വാക്കുകൾക്കും അതേ മൂർച്ചയുണ്ട്, ഒരുപക്ഷെ അതിനേക്കാൾ ഏറെ. കൃത്യമായും നിതീഷ് കുമാറിന് ഒരു ലക്ഷ്യബോധമുണ്ട്. ചിരാഗ് പാസ്വാനെ തകർക്കുക എന്നത് നിതീഷ് കുമാറിൻ്റെ ചിരകാല അഭിലാഷമാണ്. കാരണം ഇതേ ചിരാഗ് പാസ്വാനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെക്ക് വടക്കോടി നടന്ന് നിതീഷ് കുമാറിൻ്റെ ഐക്യജനതാദളിനെ ഒന്നുമല്ലാതാക്കിയത്. BJP 110 സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ 75 സീറ്റുകൾ നേടിയെങ്കിൽ 115 സീറ്റുകളിൽ മത്സരിച്ച ജനതാദൾ യുണൈറ്റഡിന് കേവലം 43 സീറ്റുകളെ കിട്ടിയുള്ളൂ. ഇത് BJP ചിരാഗിന് കൊടുത്ത ഒരു കൊട്ടേഷനായിരുന്നു എന്ന് തന്നെ ഇപ്പോൾ RJD പറയുന്നുണ്ട്. അതായത് ചിരാഗിനെ കൊണ്ട് കൃത്യമായും നിതീഷ് കുമാറിൻ്റെ പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ഒരു ക്യാമ്പയിൻ നടത്താൻ തന്നെ പണമൊഴുക്കി എന്ന രീതിയിലാണ് ഇപ്പോൾ RJD പറയുന്നത്. നിതീഷ് കുമാർ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉള്ള വ്യക്തി തന്നെയാണ്. നരേന്ദ്രമോദിയെ അധിക നാൾ വെച്ച് വാഴിക്കാൻ കൊള്ളില്ല എന്ന് നിതീഷ് കുമാറിന് കൃത്യമായി ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വലിയ കോളിളക്കം ബീഹാറിൽ രാഷ്ട്രീയപരമായി നടക്കും. നിർമ്മലാ സീതാരാമൻ വാരിക്കോരി യൂണിയൻ ബജറ്റിൽ ബീഹാറിനും ആന്ധ്രയ്ക്കും കൊടുത്തതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നതാണ് നിതീഷ് കുമാറിൻ്റെ കണക്ക്. ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് ഞങ്ങൾ നേടിയെടുത്തു, അതിന് ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്നതാണ് നിതീഷിൻ്റെ വാക്ക്. ആരോടും ലോയലിറ്റി കാത്തു സൂക്ഷിക്കാത്ത നേതാവാണ് നിതീഷ് കുമാർ. ഇന്ന് മഹാഗഡ്ബന്ധനുമായി സഖ്യമെങ്കിൽ നാളെ BJP സർക്കാരുമായി സഖ്യം. സ്വന്തം പാർട്ടിയും സ്വന്തം തടിയും ആണ് മുഖ്യം എന്ന് നിതീഷ് കുമാർ എപ്പോഴും തെളിയിച്ചിട്ടുമുണ്ട്. കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന കൊടുത്തതിൻ്റെ പേരിൽ BJPയിൽ പോയതല്ല നിതീഷ്. വാസ്തവത്തിൽ തൻ്റെ പാർട്ടിക്ക് ബീഹാറിൽ BJP ഒരു വിലങ്ങ് തടിയാണെന്ന് നിതീഷ് കുമാറിന് നന്നേ അറിയാം. മാത്രമല്ല, നിതീഷ് കുമാറിൻ്റെ പാർട്ടി നേതാക്കളെ പിളർത്തിയെടുത്ത് BJPക്കൊപ്പം കൂട്ടാൻ വലിയ രീതിയിലുള്ള നാണം കെട്ട കളികൾ BJP നടത്തിയിട്ടുണ്ട് എന്നതും നിതീഷിന് പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടും എന്തുകൊണ്ട് നരേന്ദ്രമോദിയുമായി സഖ്യം ചേർന്നു എന്ന് വെച്ചാൽ അതിന് കൃത്യമായൊരു കണക്കുണ്ട്. ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോയിട്ട് പൊടുന്നനെ തള്ളി താഴെ ഇടുക എന്നതാണ് നിതീഷ് കുമാറിൻ്റെ ലക്ഷ്യം. ആശ കൊടുത്തുകൊണ്ട് കൃത്യമായി വഞ്ചിക്കുക, അതാണ് നിതീഷ് കുമാറിൻ്റെ സൈക്കോളജിക്കൽ മൂവ്.